പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി പറഞ്ഞ് നൂപുർ ശർമ്മ. സുരക്ഷാ പരിരക്ഷ അവരിൽ നിന്ന് ലഭിച്ചത് കാരണം മാത്രമാണ് താനിന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് മുൻ BJP വക്താവ്. സേവാഭാരതി ദില്ലിയിൽ സംഘടിപ്പിച്ച ഒരു വനിതാ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് നൂപുർ ശർമ്മ ഇത്തരത്തിൽ മനസ്സ് തുറന്നത്. ഇസ്ലാമിക സംഘടനകളുടെ ഭീഷണി കാരണം കഴിഞ്ഞ 4 വർഷങ്ങളിൽ നൂപുർ ശർമ്മ മൗനത്തിലായിരുന്നു. ഈ മൗനമാണ് മാർച്ച് 17 നടന്ന വനിതാ കോൺഫറൻസിൽ നൂപുർ ശർമ്മ മോദിക്കും അമിത്ഷായ്ക്കും നന്ദി പറഞ്ഞു വെടിഞ്ഞിരിക്കുന്നത്. UPയിലെ ജ്ഞാൻ വ്യാപി പള്ളിയിൽ മുസ്ലിങ്ങളുടെ നിസ്കാരക്കുളത്തിൽ ഒരു ശിവലിംഗം കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള TV ചർച്ച. സുന്നി മുസ്ലിം പണ്ഡിതനായ അൽ ബുഖാരി പ്രവാചകനായ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയെക്കുറിച്ച് നൂപുർ ശർമ്മ പ്രതികരിക്കുന്നു. അതാണ് അവിടെ വിവാദമായത്. അരമണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കിടയിൽ നിന്നും നൂപുർ ശർമ്മ നടത്തിയ 2 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഭാഗം അത് വെട്ടിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കോൺസ്പിറസിയുടെ ഭാഗമായി വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്തായാലും ഒരു വ്യക്തി മുഹമ്മദ് സുബൈർ എന്ന തന്നോടൊപ്പം ചാനൽ ചർച്ചയ്ക്കിരുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കവെയാണ് നൂപുർ ശർമ്മ നടത്തിയ പരാമർശത്തിന്റെ 2 സെക്കൻഡ് നീളുന്ന ഈ ക്ലിപ്പിംഗ് പ്രചരിപ്പിച്ചത്. പ്രവാചക നിന്ദ നടത്തി എന്ന പേരിൽ നൂപുർ ശർമ്മയുടെ തല വെട്ടണമെന്ന് ചില ഇസ്ലാമിക സംഘടനകൾ പ്രഖ്യാപിച്ചു. ഇതോടെ നൂപുർ ശർമ്മയ്ക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ഇതുവരെ നൂപുർ ശർമ്മ TV ചർച്ചയിൽ നടത്തിയ പരാമർശത്തെ ചൊല്ലി പരാതികൾ ഉയർന്നതോടെ BJPക്ക് ഇവരെ പുറത്താക്കേണ്ടി വന്നു. ഞാനിവിടെ സ്ഥിതിവിവര കണക്കുകൾ അവതരിപ്പിക്കാൻ വന്നതല്ല, എന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത് എന്നാണ് നൂപുർ ശർമ്മയുടെ വാക്കുകൾ. സേവാഭാരതി സമ്മേളനത്തിൽ കഴിഞ്ഞ 4 വർഷമായി താൻ എന്തുകൊണ്ട് മൗനത്തിൽ ചിലവഴിച്ചു എന്ന് ശർമ്മ വിവരിക്കുകയുണ്ടായി. ഭീഷണികൾ ഒരിക്കലും അവസാനിച്ചില്ല. സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് ഒരിക്കലും പറ്റാത്തൊരു കാര്യമായി, ഒരു സുരക്ഷാ അപകടമായി മാറി. പൊതുപരിപാടികളിൽ പങ്കെടുക്കുക, ആളുകളെ കണ്ടുമുട്ടുക, അടിസ്ഥാന ദിനചര്യകൾ പോലും സായുധ സംരക്ഷണമില്ലാതെ സങ്കീർണമോ അസാധ്യമായി തീർന്നു. താനും കുടുംബവും സുരക്ഷിതമായി തുടരുന്നുണ്ട് എങ്കിൽ അത് മോദിയുടെയും ഷായുടെയും കീഴിൽ കേന്ദ്ര സർക്കാർ നൽകിയ സുരക്ഷ മൂലമാണെന്ന് നൂപുർ ശർമ്മ പറയുന്നു. സ്വന്തം തീരുമാനങ്ങൾ കൊണ്ട് മാത്രമല്ല, തന്നെ നിശബ്ദയാക്കാനോ ഉപദ്രവിക്കാനോ ആഗ്രഹിക്കുന്നവരുടെ ഭീഷണികളാൽ തന്റെ ജീവിതം അടിസ്ഥാനപരമായി മാറിയെന്നാണ് നൂപുർ ശർമ്മ പറയുന്നത്. സ്ത്രീകൾ സ്വയം പ്രതിരോധിക്കാൻ പഠിക്കണമെന്ന സന്ദേശവും ആ ഒരു നിർദ്ദേശവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തിപരമായ രീതിയിൽ അവർ ഈ വേദിയിൽ സംസാരിക്കുകയുണ്ട്. നിയമവിദ്യാഭ്യാസത്തോടൊപ്പം സ്വയം പ്രതിരോധിക്കാൻ മാതാപിതാക്കൾ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ആത്മാർത്ഥമായി താൻ ആഗ്രഹിച്ചിരുന്ന അവസരങ്ങളുണ്ട് എന്നവർ പറയുന്നു. ശാരീരികമായി സ്വയം എങ്ങനെ സംരക്ഷിക്കണമെന്ന് അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ താൻ തന്റെ കുടുംബത്തെ പ്രതിരോധിക്കുമായിരുന്നുവെന്ന് നൂപുർ ശർമ്മ പറഞ്ഞു. സദസ്സിലുണ്ടായിരുന്ന സ്ത്രീകളുടെ അക്കാദമിക് പഠനത്തോടൊപ്പം അപകടകരമായ സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാൻ സ്വയം പ്രതിരോധിക്കാൻ സജ്ജരാകണമെന്നും നൂപുർ ശർമ്മ പറഞ്ഞു. 2022 ജൂണിലാണ് നൂപുർ ശർമ്മയെ BJPയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. നൂപുർ ശർമ്മയുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ആ ഒരു കേസ് 2 വർഷത്തിലേറെയായി BJP അച്ചടക്ക സമിതിയുടെ മുൻപാകെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളെ നിശബ്ദമായ പൊതുപ്രവർത്തനം അവർ പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു. സെമിനാറുകളിലും രാഷ്ട്രീയ മതപരിപാടികളും സൈലന്റായി പങ്കെടുക്കുന്നു. അതിനുദാഹരണമാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യാൻ നൂപുർ ശർമ്മ എത്തിയ സംഭവം. ഇപ്പോൾ അവർ സജീവമായി സോഷ്യൽ മീഡിയ സാന്നിധ്യത്തിലുണ്ട്. മോദിയുടെയും ഷായുടെയും പോസ്റ്റുകൾ പതിവായി പങ്കിടുന്നുണ്ട്. അവരുടെ ക്രമേണയുള്ള പുനരുജ്ജീവനം രാഷ്ട്രീയ നിരീക്ഷകർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.